ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇല്ലാതിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. റെഫറൻസ്. ഇപ്പം നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ഇട്ട് വരുമ്പോൾ അതിന്റെ എൻഡിലേക്ക് വരുന്ന കാര്യമാണ് റെഫറൻസ്. എൻഡിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ റെഫറൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ റെഫറൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ചെറിയൊരു തെറ്റിദ്ധാരണ എവിടെയോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. NHS ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആരെങ്കിലും റെഫർ ചെയ്യണം എന്നൊരു ധാരണ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ഞാനൊന്ന് തിരുത്തിക്കോട്ടെ. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ആരും റെഫർ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. മീൻസ് റെഫർ ചെയ്യേ വേണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ട്രാക്കിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് NHS ജോബ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ നിങ്ങളെ ആരും റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക അത് ഫ്രോഡ് ആണെന്നുള്ള കാര്യം. അപ്പം റെഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതിന്റെ ആ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആരുടെയെങ്കിലും ഒരാളുടെ റെഫറൻസ് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഓരോ ട്രസ്റ്റിനും ഓരോ പോളിസിയാണ്. ചിലപ്പോൾ ചിലര് 1 വർഷത്തെ റെഫറൻസ് ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ 3 വർഷത്തെ ആയിരിക്കും, ചിലപ്പോൾ 5 വർഷത്തെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ നമുക്ക് HR കോൺടാക്ട് ചെയ്ത് ബാക്കി റെഫറൻസ് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആരുടെങ്കിലും ഒരാളുടെ റെഫറൻസ് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ റെഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മോസ്റ്റ് ഓഫ് ദി ട്രസ്റ്റും എന്റെ അറിവില് ഞാൻ അന്വേഷിച്ചത് വെച്ചിട്ട് ഒരു ട്രസ്റ്റും അങ്ങനെ അധികം പേഴ്സണൽ മെയിൽ ഐഡികൾ മീൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വർക്ക് മെയിൽ ഐഡികളായിരിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്യാരക്ടർ റെഫറൻസുകൾ എല്ലാ ട്രസ്റ്റുകളും ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒന്നെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടറിന്റെ റെഫറൻസ്, മീൻസ് അക്കാഡമിക് റെഫറൻസ്, അതല്ലെന്നുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റെഫറൻസ്. അങ്ങനെ ഈ ഒരു രണ്ട് കാറ്റഗറിയാണ് കൂടുതലായിട്ടും അക്സെപ്റ്റ് ചെയ്ത് കണ്ടേക്കുന്നത്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സൂപ്പർവൈസറുടെയോ അല്ലെങ്കിൽ ലൈൻ മാനേജറുടെയോ നിങ്ങളുടെ തൊട്ട് മുകളിൽ ഉള്ള ഓതറൈസ്ഡ് പേഴ്സൺ ആരാണോ അവരുടെ റെഫറൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എക്സ്പീരിയൻസിൽ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ ചെയ്ത ഡ്യൂട്ടി, അങ്ങനെ ചെയ്ത കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും എക്സ്പീരിയൻസിൽ. അപ്പം അതെല്ലാം മാക്സിമം ജെനുവിൻ ആയിട്ട് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങളുടെ റെഫറൻസ് പോകുന്ന ടൈമില് നിങ്ങൾ ആരുടെ പേരാണോ റെഫറൻസിന് കൊടുത്തിരിക്കുന്നത് അവരോട് നിങ്ങൾ എന്തൊക്കെ ജോബുകളാണ് ചെയ്തിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ആ ടൈമില് ഈ നമ്മൾ കൊടുത്തേക്കുന്നതും അവർ പറയുന്നതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം ജെനുവിൻ ആയിട്ട് കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജോയിനിങ് ഡേറ്റും എൻഡ് ഡേറ്റും എല്ലാം കൊടുക്കുന്നതും മാക്സിമം കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. തെറ്റുകളൊന്നും വരുത്താതെ കൊടുക്കാനായിട്ട് നോക്കുക. അതെല്ലാം ഒന്ന് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പോ എംപ്ലോയറോട് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ റെഫറൻസിൽ ചോദിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ടും നിങ്ങളുടെ പഞ്ച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡൻസിൽ എത്രത്തോളം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ അൺഓതറൈസ്ഡ് ലീവുകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. പിന്നെ നിങ്ങൾ എന്തൊക്കെ ഡ്യൂട്ടികളാണ് ചെയ്തിരുന്നത് എന്നുള്ളത് അന്വേഷിക്കും. പിന്നെ ഇനിയിപ്പോ ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയർക്ക് നിങ്ങളെ ഒന്നുകൂടെ ഹയർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവരതിന് വില്ലിങ് ആവുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ആ റെഫറൻസിൽ പോവുക. അക്കാഡമിക് റെഫറൻസിലും കൂടുതൽ നിങ്ങളുടെ അറ്റൻഡൻസിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. നിങ്ങൾ പഞ്ച്വൽ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിരിക്കും അവർ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുക. അതുപോലെ ഇനിയിപ്പോ ഇനിയിപ്പോ നിങ്ങൾ ഒരു ആളുടെ മെയിൽ ID അല്ലെങ്കിൽ ഒരാളുടെ ഡീറ്റെയിൽസ് റെഫറൻസിൽ കൊടുത്തു, ഇന്റർവ്യൂ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. നമുക്ക് HR കോൺടാക്ട് ചെയ്യുമ്പോൾ അവരതിനുള്ള ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും. കാരണം എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ജോലി കിട്ടിയ സമയത്ത് അതിനു മുന്നേ NHS കിട്ടുന്നതിന് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ടൊയോട്ടയിലായിരുന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടുന്ന് പുറത്തോട്ട് മെയിൽ അവർക്ക് അയക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ HR കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഇതാണ് റീസൺ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ, അതൊരു ഏജൻസി റിലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഏജൻസിയുടെ അടുത്ത് റെഫറൻസ് എടുത്താൽ മതി എന്നൊക്കെ ഒരു എക്സംഷൻ ഒക്കെ നമുക്ക് തന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വറീഡാവണ്ട. പിന്നെ പറയാനുള്ള കാര്യം, ഇനിയിപ്പോ പേഴ്സണൽ മെയിൽ ID
എവിടെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കമ്പനി മെയിൽ ഐ ഡി കൊടുക്കാനില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. എനിക്കതിനൊരു വ്യക്തമായ ഉത്തരം ഇപ്പൊ തരാൻ എനിക്കറിയില്ല. കാരണം ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊരു ക്ലാരിറ്റി അതിനകത്ത് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ട്രസ്റ്റുകളും ഒന്നും പേഴ്സണൽ മെയിൽ ഐ ഡിയും ക്യാരക്ടർ റെഫറൻസും ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇത് ഓരോ ട്രസ്റ്റിന്റെ പോളിസിയും അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസി എല്ലാം ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലെ കുറിച്ച് ആർക്കെങ്കിലും ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുവാണെങ്കിൽ ഞാനത് കമന്റിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും റെഫറൻസിന് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പൊ റെഫറൻസ് കൊടുക്കുമ്പോൾ മാക്സിമം ജെനുവിൻ ആയിട്ടും കൃത്യമായിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് അതിലൊരു തെറ്റ് വരുത്താൻ നോക്കുക. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരുടെങ്കിലും ഒരാളുടെ റെഫറൻസ് ഒക്കെ കൊടുത്താൽ മതിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ട്യൂട്ടറുടെ റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ബേസ്ഡ് ഓൺ ദി ട്രസ്റ്റ് പോളിസീസ് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.